ഈ ഒരു അനുഭവം പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളും കൂടെ സഞ്ചരിക്കണം ട്ടോ. എങ്കില് നമുക്ക് കൂടുതലായിട്ട് ആ ഗുരുവായൂരിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഹെഡ്ഫോൺ വെച്ചിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അത്രയും സുഖാവും. അപ്പം 2 മക്കളുടെയും ഒരമ്മയുടെയും അനുഭവമാണ്. അപ്പം എന്തായാലും വായിക്കണംന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ മോളാണെന്ന് തോന്നുന്നു എനിക്ക് വോയിസ് ഇട്ടിരുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ദിവസവും നമ്മൾ അനുഭവം പറയുന്നത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം റെഡിയല്ലേ? എല്ലാവരും കേൾക്കാം. ഒരു ത്രിമധുരാനുഭവം. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ കൊല്ലം അഞ്ചലിൽ നിന്നും പുഷ്പജയാണ്. എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ വെച്ചുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഓരോ വ്യക്തികളുടെയും അനുഭവം സാറ് വായിക്കുമ്പോൾ എനിക്കും ഒരു അനുഭവം ഉണ്ടായാൽ ഞാൻ ത്രിമധുരത്തിൽ പറയുമെന്ന് ഭഗവാനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഗുരുവായൂർക്ക് പോയത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ പോയിട്ടും തൊഴാൻ പറ്റിയില്ല. വെളിയിൽ നിന്ന് തൊഴുതു. വളരെ വിഷമത്തോടെയാണ് തിരിച്ചു വന്നത്. ഈ കഴിഞ്ഞ ദിവസം മാർച്ച് 29-ന് ഞാനും എൻ്റെ 2 മക്കളും അടുത്തുള്ള 2 ചേച്ചിമാരും കൂടിയാണ് ഗുരുവായൂരിൽ പോയത്. ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ പോയിട്ടോ. ഭഗവാനെ നന്നായി കണ്ടു. 2 പ്രാവശ്യം തൊഴുതു. എനിക്കും എൻ്റെ മക്കൾക്കും ഭഗവാന്റെ നാമം എഴുതുന്ന ശീലമുണ്ട്. മോള് 3-ാം ക്ലാസ്സിലാണ്. മോൻ +1-ലും. പോകുന്ന ദിവസമായപ്പോഴേക്കും ഞാനും മകനും എഴുതി തീർത്തു. മോള് പോകുന്നതിൻ്റെ തലേന്ന് വൈകിട്ട് 5 മണി മുതൽ 11 മണി വരെ ഇരുന്നാണ് എഴുതിയത്. ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞങ്ങൾ വഴിപാടിനായി രസീത് എടുത്തപ്പോൾ ഞാൻ ആടിയ എണ്ണയും ഒരു നെയ്പായസവുമാണ് കഴിപ്പിച്ചത്. പ്രസാദം കിട്ടിയപ്പോൾ എൻ്റെ കൂടെ വന്ന ചേച്ചിമാർക്ക് ത്രിമധുരത്തിൻ്റെ പ്രസാദവുമുണ്ട്. അവർ ത്രിമധുരം എഴുതി ചെന്ന് ഞാനത് കണ്ടില്ല കേട്ടോ. എനിക്കൊരു വല്ലാത്ത വിഷമമായി. എനിക്കും കൂടെ ആ പ്രസാദം കിട്ടണമെന്ന് വലിയ ആഗ്രഹം. ഇനി വരുമ്പം നടത്താമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടോ. അങ്ങനെ മമ്മിയൂര് തൊഴുത് ഉച്ചക്കത്തെ അന്നപ്രസാദവും കഴിച്ച് വൈകിട്ടും തൊഴുതു. വൈകിട്ട് ശീവേലി സമയമായപ്പോൾ ഒരു പ്രാവശ്യം ശീവേലിക്കൊപ്പം വലം വെച്ചു. ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയമായി. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ റൂമിലേക്ക് നടക്കുമ്പോൾ ഒരു പ്രായമായ ആള് ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ വന്ന ആ അമ്മൂമ്മ എവിടെ, എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന്. പിന്നീടാണ് മനസ്സിലായത് മോളെയാണ് അപ്പോൾ പറഞ്ഞത് എന്ന്. ആ ആളിനെ കണ്ടാൽ ശരിക്കും ഒരു സ്വാമിയെ പോലെ ഉണ്ടായിരുന്നു. നെറ്റിയിൽ നിറയെ ചന്ദനക്കുറിയും നടുവിലൊരു വലിയ പൊട്ടും. മോളെ വിളിച്ചിട്ട് നാമം ചൊല്ലാറുണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് ചൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ ഓം നമോ നാരായണായ ആണെന്ന് പറഞ്ഞു. എങ്കിലും 4 പ്രാവശ്യം ഉറക്കെ ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം ചൊല്ലിപ്പിച്ചു. എന്നിട്ട് ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബുക്കിൽ എഴുതി സമർപ്പിച്ചു എന്ന്. അപ്പോൾ പറഞ്ഞു, എഴുതുന്നതിലും ചൊല്ലുന്നതാണ് ഭഗവാൻ ഇഷ്ടം, അതുകൊണ്ട് ദിവസവും ചൊല്ലണമെന്ന്. എന്നിട്ട് മോനെയും ചൊല്ലിച്ചു. അവനെ കൊണ്ടും ഇതേമാതിരി ചൊല്ലിച്ചിട്ടോ. എന്നിട്ട് എൻ്റെ മക്കൾക്ക് 2 പേർക്കും ത്രിമധുരത്തിൻ്റെ പ്രസാദം അദ്ദേഹം കൊടുത്തു. ഞാൻ എൻ്റെ ഭഗവാനെ നേരിൽ കണ്ടതുപോലെ തോന്നി. എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല. ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ മക്കൾ 2ഉം ഓം നമോ നാരായണായ ആണ് നാക്കിൽ എഴുതിയത്. ഞാൻ ഹരേ കൃഷ്ണ മന്ത്രവും ബുക്കിൽ എഴുതിയത്. ഞാൻ ഹരേ കൃഷ്ണ മന്ത്രവും ആ സ്വാമിയുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഓം നമോ നാരായണായ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മോള് കൈവേദനിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുതിയതാണ്. എൻ്റെ ത്രിമധുരം കിട്ടാത്തതിലുള്ള വിഷമവും എല്ലാം ഭഗവാൻ കണ്ടു. മോളോടും മോനോടും പഠിച്ച് വലിയ ആളാകുമെന്ന് പറഞ്ഞു. സാർ, ഒത്തിരി നീണ്ടുപോയി, ക്ഷമിക്കണം. സാറിൻ്റെ ഇഷ്ടം പോലെ ഇത് വായിക്കാം. ഞാൻ ഗ്രൂപ്പിൽ അംഗമല്ല, എങ്കിലും എൻ്റെ കൃഷ്ണ ഗ്രൂപ്പിലുണ്ട്. സാറിൻ്റെ അവതരണങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മോള് പറയുമായിരുന്നു, നമ്മൾക്ക് ഒരനുഭവം ഉണ്ടായാലും ത്രിമധുരത്തിൽ പറയണമെന്ന്. ഞാൻ അപ്പോഴൊക്കെ പറയായിരുന്നു, നമ്മൾക്ക് അനുഭവമൊന്നും ഭഗവാൻ തരില്ലായിരിക്കുമെന്ന്. ചെറിയ സങ്കടങ്ങൾ വലിയ സന്തോഷത്തിന് കാരണമാകുമെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് ശരിക്കും ഭഗവാൻ കാട്ടിത്തന്നു. സാർ ഇത് വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ത്രിമധുരത്തിൽ അയക്കാൻ എനിക്ക് ഒരു ത്രിമധുരത്തിൻ്റെ അനുഭവം തന്നെ ഭഗവാൻ തന്നല്ലോ. ഗ്രൂപ്പിൽ അംഗമല്ലാത്തതുകൊണ്ട് സാർ വായിക്കാതിരിക്കില്ലെന്ന് വിചാരിക്കുന്നു. നീണ്ടുപോയതിൽ ക്ഷമിക്കാട്ടോ. ഞാനിത് വായിക്കും, ഉറപ്പാണ്. ഞാനിത് വായിച്ചപ്പോഴേ വിചാരിച്ചാണ് വായിക്കണമെന്ന്. എന്താ വെച്ചാൽ മോനും ഭഗവാന്റെ നാമം എഴുതിയിട്ട് ഗുരുവായൂരിൽ സമർപ്പിച്ചത്. ഞാനത് വായിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ കണ്ണൻ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതങ്ങനെയല്ലേ. അപ്പോൾ ഇതെന്തൊരു സുഖമുള്ള അനുഭവമായിരുന്നു. ത്രിമധുരം കൊടുത്തു അല്ലേ, അമ്മയ്ക്കും കൊടുത്തു, മക്കൾക്കും കൊടുത്തു. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മക്കളെ അങ്ങനെ ചെറിയ പ്രായത്തിലെ ഈ ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് കൊണ്ടുവന്നാലേ മക്കളൊന്നും വഴിതെറ്റി പോവില്ല. നമ്മൾ വരയ്ക്കുന്ന വരയ്ക്കല്ല, ഭഗവാൻ വരയ്ക്കുന്ന വരയ്ക്ക് അവരങ്ങോട്ട് സഞ്ചരിച്ചോളും. ജീവിതത്തിൻ്റെ എല്ലാ ഔന്നത്യങ്ങളിലേക്കും അവർ കയറി പോയിക്കോളും. നമ്മൾ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുക. ഭഗവാൻ പറയും, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്തൊരു സുഖമുള്ള അനുഭവമാണ്.